കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ മാധ്യമങ്ങളെ കാണുകയാണ്. അമിത്ഷാ ഇപ്പോൾ പറയുന്നത് രക്ഷാപ്രവർത്തനത്തിനായി പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. വേഗത്തിൽ DNA പരിശോധന നടത്തി ഒരു മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ്. ആശുപത്രിയിലെത്തിയ ബന്ധുക്കളുടെ DNA സാമ്പിളുകൾ ശേഖരിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത്. നമുക്കൊപ്പം പി സുനിൽ കൂടി ചേരുന്നുണ്ട്. പി സുനിൽ, ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ വേഗത്തിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചിട്ടുണ്ട്. മരണകാര്യത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം വന്നു കഴിഞ്ഞിരിക്കുന്നു. മരണ കാരണമല്ല, മരണത്തിൽ എത്ര പേർ മരിച്ചു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഔദ്യോഗിക വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കുവച്ചത്? അരുൺ, ഏതായാലും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒന്നിച്ചു നിന്ന് ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കാനായി ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു, വ്യോമയാന മന്ത്രിയുമായി സംസാരിച്ചു, ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു, ഒപ്പം തന്നെ പോലീസ് സംവിധാനങ്ങളുമായി സംസാരിച്ചു. എത്രയും വേഗം രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള നിർദ്ദേശം നൽകി. കേന്ദ്ര സർക്കാരും ഗുജറാത്ത് സർക്കാരും സംയുക്തമായി ഈ രക്ഷാപ്രവർത്തനം ഊർജിതമായി നടത്തി. വിമാനത്തിൽ 42 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 230 യാത്രക്കാരും 12 ക്രൂ മെമ്പർമാരുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. രക്ഷപ്പെട്ട ആളെ ആശുപത്രിയിൽ സന്ദർശിച്ചു എന്ന് ഇപ്പോൾ അമിത്ഷാ ചൂണ്ടിക്കാണിക്കുന്നു. ദുരന്തം ഉണ്ടായ ഉടൻ തന്നെ ഗുജറാത്ത് സർക്കാർ വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പോലീസും ഫയർഫോഴ്സും NDRFും അതുപോലെ തന്നെ കേന്ദ്രസേനയായ CRPFും ഒക്കെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഏതായാലും ഇനി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള നടപടിയാണ്. അതിനായി DNA പരിശോധന നടത്തേണ്ടി വരും. എല്ലാ ശരീരഭാഗങ്ങളും DNA പരിശോധനകൾ നടത്തേണ്ടി വരും. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ബന്ധുക്കളുടെ DNA അതിനുള്ള പരിശോധനയ്ക്കുള്ള സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ DNA പരിശോധന പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഇനി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. വിമാനത്തിലുണ്ടായിരുന്ന എല്ലാ ശരീരഭാഗങ്ങളും പുറത്തെടുക്കാനായിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. 1-2 മണിക്കൂറിനകം തന്നെ ഇതിൻ്റെ അന്തിമഘട്ട പ്രവർത്തനങ്ങളും പൂർത്തിയാകും. ഏതായാലും ഈ DNA പരിശോധന വേഗത്തിലാക്കാനുള്ള നടപടിയാണ് ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അതിന് കേന്ദ്ര സംവിധാനങ്ങളടക്കം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എത്രയും വേഗം വിദഗ്ധരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് എത്രയും വേഗം ഇതിൻ്റെ നടപടികൾ പൂർത്തിയാക്കും എന്നാണ് ഇപ്പോൾ അമിത്ഷാ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച അതിന് മുന്നിട്ട് നിന്ന എല്ലാവരെയും അമിത്ഷാ അഭിനന്ദിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ വിളിച്ചു, ഫോണിൽ സംസാരിച്ചു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനടക്കം മേൽനോട്ടം വഹിച്ചു. അപകടങ്ങൾ തടയാനാകില്ല, പക്ഷേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ മുൻകരുതലുകൾ ഉണ്ടാകും, അതിനായുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അമിത്ഷാ വാക്കുകൾ അവസാനിപ്പിച്ചത്. ഏതായാലും അമിത്ഷാ ഇന്ന് അഹമ്മദാബാദിൽ തങ്ങുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി അഹമ്മദാബാദിലേക്ക് വരുന്നുണ്ട്. ഒരുപക്ഷെ നാളെയായിരിക്കും പ്രധാനമന്ത്രി അഹമ്മദാബാദിലേക്ക് വരിക. ഒരുപക്ഷെ ഉന്നതതല യോഗം നാളെ അഹമ്മദാബാദിൽ ചേരാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇനി ഈ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഈ മൃതദേഹങ്ങളെല്ലാം DNA പരിശോധന പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. രണ്ടാമത്തേത് അന്വേഷണ നടപടികളാണ്. ഏതായാലും ഈ വിഷയത്തിൽ വളരെ ശക്തമായ അന്വേഷണം നടത്തും. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടായത് എന്ന കാര്യം പരിശോധിക്കും. ഏതായാലും അതിൻ്റെ ഭാഗമായുള്ള നടപടികളായിരിക്കും അതിൻ്റെ അടുത്ത ഘട്ടമായി നടക്കുക. DGCA ഇതിനകം തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എയർ ഇന്ത്യയും ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു അപകടം നടന്നത് എന്ന കാര്യം പരിശോധിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും അത്തരം അന്വേഷണ സംവിധാനങ്ങൾ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തും എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ബ്രിട്ടനും അമേരിക്കയും ഒക്കെ തന്നെ ഈ ഒരു അന്വേഷണ സംവിധാനത്തിനായി വിദഗ്ധരെ അയക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിദേശ രാജ്യങ്ങളുടെ അടക്കം പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു വലിയ ദുരന്തം ഉണ്ടായത് എന്ന കാര്യം പരിശോധിക്കാൻ കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ദുരന്ത ഭൂമിയിലും ഒപ്പം തന്നെ ആശുപത്രിയിൽ പരിക്കേറ്റ് കഴിയുന്നവരെയും സന്ദർശിച്ച ശേഷമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്.